ഉണ്ടല്ലേ? എനിക്ക് തന്നെ 6.2 ഉണ്ട്. അറിയാം ആ കൊടുക്കുന്ന ടൈം, ആ ടൈം നോക്കി എല്ലാരും വന്ന് കഴിക്കും. ഡോഗുകളിലെ അതിന്റെ കുഞ്ഞ് കാണാൻ നല്ല ക്യൂട്ടാണ് കാണാൻ. തുറന്നിട്ടാ പറഞ്ഞു പോകത്തില്ല. എന്റെ പ്രിയ വ്യൂവേഴ്സിന് മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ നേർന്നുകൊണ്ട് ഒരു കിറ്റിലും ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലേക്കാണ് നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഇൻഡോർ ഗാർഡനും ഔട്ട്ഡോർ ഗാർഡനും ഡെക്കറേറ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോം ഡെക്കർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് മിസ് ചെയ്യരുത്. വെൽക്കം ടു പച്ചപ്പിന്റെ പർദീസ. ഇതൊരു സാധാരണക്കാരനായ ജോണേട്ടൻ്റെ വീടാണ്. ജോണേട്ടൻ്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഒരുപാട് സമ്മാനിക്കും. ഒരു ക്രിസ്മസ് ട്രീ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഇത് അദ്ദേഹം വാങ്ങിച്ചതൊന്നുമല്ല, അദ്ദേഹം തന്നെ ചെയ്തെടുത്തതാണ് ഇത് മൊത്തം. നിങ്ങളുടെ വീടും ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം, ഇതുപോലെ ഇൻഡോർ ഗാർഡൻ ചെയ്യണം, ഔട്ട്ഡോർ ഗാർഡൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ ചിലവിൽ അക്വേറിയവും ഇൻഡോർ ഗാർഡനും ഔട്ട്ഡോർ ഗാർഡനും ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടിലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മുമ്പും ഇവിടുത്തെ വീഡിയോ നമ്മുടെ സ്റ്റോറീസ് ഓഫ് മലയാളി എന്ന് പറയുന്ന ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. വമ്പൻ വൈറൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോണേട്ടനുമായിട്ട് ആദ്യം നമുക്ക് ഇങ്ങനെ ഊഞ്ഞാലാടാം. എന്തൊക്കെയുണ്ട് ജോണേട്ട വിശേഷം? മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ജോണേട്ടനുമായിട്ടുള്ള ക്രിസ്മസ് ആഘോഷം പൊടി പൊടിക്കും നമ്മുടെ ചാനൽ. ഇതേ കണ്ടില്ലേ, നല്ല കിറ്റിലും അക്വേറിയം ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പോണ്ട് നോക്കി അടിപൊളിയായിട്ടുണ്ട്. അതിലുള്ള ശില്പികൾ നോക്കി, അതുപോലെ തന്നെ ആ വോളിൽ കാണുന്ന പ്ലാന്റുകൾ നോക്കി. ഇൻഡോർ ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ഇത് ഇതുപോലെ ചെയ്യണം. നിങ്ങളെ കാറ്റ്സ് ക്ലബിലൊക്കെ പാമ്പ് കയറുമോ? ഇപ്പൊ ആളുകൾ പറയും ഇതൊക്കെ ഇങ്ങനെ കാട് കണത്തൊക്കെ വളർത്തി കിട്ടില്ലേ, പാമ്പേ വരത്തില്ല. 4 വർഷമായിട്ട് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ലോക്ക്ഡൌണിന് മുമ്പ് വെച്ചതാണ്. ഈ 4 വർഷമായിട്ട് ഞാനൊരു ഇഴജന്തുവിനെ കണ്ടിട്ടില്ല. ആകെ വരും, പോന്ത് വരും, ചെറിയ പോന്ത് വരും. പിന്നെ ഒരു കൊക്ക് എല്ലാ ദിവസവും മേളിൽ കാണും. രാവിലെ വന്ന് എനിക്ക് തോന്നുന്നു ഈ ചെറിയ ചെറിയ പ്രാണികളൊക്കെ കഴിക്കാനായിരിക്കും. ഇതുവരെ എനിക്കൊരു പ്രശ്നമില്ല. ഇതുകൊണ്ടുള്ള ഗുണം എന്തോന്ന് പറഞ്ഞാല് ഭയങ്കര തണുപ്പാണ്. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഭയങ്കര ഒരു കൂൾ മൊമെന്റ് ആണ്. ക്രിസ്മസിന് നമുക്ക് സ്പെഷ്യലി ഡിസംബറിൽ ഒരു തണുത്ത കാറ്റടിക്കും. പക്ഷേ ജോണേട്ടന്റെ വീട്ടിൽ വന്നപ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ് കിട്ടുന്നത്. പല ആർട്ടിക്കിളിലും ന്യൂസ് ചാനലിലും ഒക്കെ ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകളൊക്കെ വളരെ പ്രസിദ്ധമാണ്. ഈ ഒരു കാറ്റ്സ് ക്ലൗവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കാറ്റ്സ് ക്ലൗ നമുക്ക് ഒന്നാമത്തെ കാര്യം വീടിന് ഭയങ്കര തണുപ്പ് തരും. പിന്നെ ഇതിലങ്ങനെ പച്ചിലപ്പാമ്പോ അങ്ങനെ പച്ചപ്പാമ്പോ അങ്ങനൊന്നും കേറത്തില്ല. ഇതിലൊരു സംഭവം ഉണ്ട്. ഇത് കണ്ടോ, ഇതിലൊരു നഗര് പോലത്തെ ഇത് നമ്മളെ ഇതിൽ പിടിക്കും. ഇത് അതായത് എന്ത് കേറിയാലും ഇതിനകത്ത് ഇങ്ങനെ പിടിക്കും. അതിന്റെ ഇതിൽ പിടിക്കുന്നുണ്ടോ? അതായത് നമ്മളെ ഈ പൂച്ച മാന്തുന്ന പോലെ കാറ്റ്സ് ക്ലൗ എന്ന് പേരുണ്ടോ, അതിന്റെ കയ്യിൽ മാന്തുന്നുണ്ടോ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ പിടുത്തം വരും. 3 നഗര് പോലെ ഇതിന്റെ ഓരോ ലീഫുകളിലും ഉണ്ട്. അതുകൊണ്ട് ഇതിനകത്തൊന്നും ഇഴജന്തുക്കൾക്ക് ഒന്നും കയറി ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പിടിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണാം എന്താണ് ഈ സംഭവം. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് വളർത്താം. ഇത് എത്ര വർഷം എടുത്തു ഇത് ചെയ്യാനായിട്ട്? 4 വർഷമായി. ഇത് ഏത് മാസമാണ് മൊത്തം മഞ്ഞ പൂവ് പിടിക്കുന്നത്? മാർച്ച് ഏപ്രിലാവുമ്പോൾ ചൂട് സമയം. ഇതുപോലെ ഒരെണ്ണം എൻ്റെ ഒരു വ്യൂവറിന് ചെയ്തു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാൻ പറ്റും. കൊടുക്കാന്ന് പറഞ്ഞാല് ഒരു ചെറിയൊരു കട്ടിങ് വെച്ച് നമുക്ക് കിളിപ്പിച്ചെടുക്കാം. പക്ഷേ അവര് നോക്കുന്നതും അവര് പരിചരിക്കുന്നതും പോലെ ഇരിക്കും ഇത്രയും വലുതാവുന്നതൊക്കെ. എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ കാറ്റ്സ് ക്ലൗ ഇങ്ങനെ ചെയ്തത് ഇവിടെ മൊത്തം പന്തല് കണക്ക് ഇങ്ങനെ പോയിരിക്കുകയാണ്. ഇത് മൊത്തത്തിൽ കാറ്റ്സ് ക്ലൗ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ട്രീ പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് റെഡിമെയ്ഡ് നമുക്ക് കിട്ടും ഇത്രയും സൈസിൽ. ഇത് വെളിയിൽ നിന്ന് വരും, ആന്ധ്രയെന്നൊക്കെ, കടപ്പയിൽ നിന്ന് ആന്ധ്രയെന്നൊക്കെ വരുന്നത്. ഇത് വരുന്ന സാധനം ഈ ഒരു ഹൈറ്റിൽ ഈ ഒരു ഷേപ്പിലേക്ക് വേണമെങ്കിൽ ഒരു 12,000-13,000 രൂപ കൊടുക്കേണ്ടി. 13,000 രൂപ. പക്ഷെ ഞാനൊരു 2-2.5 കൊല്ലമായിട്ട് ഞാനൊരു 40 രൂപ കൊടുത്ത് ഇതിന്റെ കട്ടിങ് നഴ്സറിയിൽ നിന്ന് മേടിച്ച് ചട്ടിയിൽ വെച്ചതാ. അത് എനിക്കൊരു ഐഡിയ തോന്നി. ഞാൻ അന്നൊരു റിങ് പോലെ ആക്കി. പിന്നെ ഈ അടുത്ത സമയത്ത് ഒരു കുപ്പി പോലെ ഷേപ്പിലാക്കി എടുത്തു. അത് കറക്റ്റ് ഒരു ബോട്ടൽ ഇല്ലേ. ഈ മനുഷ്യനുണ്ടല്ലോ ഭയങ്കര ഐഡിയ ഉള്ള മനുഷ്യനാണ്. ഈ പറഞ്ഞ പോലെ ഇച്ചിരി സ്ലോലിയാ, ഒരു സ്പീഡല്ല. അതാണ് ഇതിന് എക്സ്പെൻസീവ്. ഇത്ര 12,000-13,000 രൂപ വരും. ഇതിന്റെ മോഡലിൽ ക്രിസ്മസ് ട്രീ അങ്ങനത്തെ ഒരുപാട് ടൈപ്പ് ഇവിടെ നഴ്സറി ഉണ്ട് ചെയ്യുന്നത്. ഇതിന്റെ ഒരു ഡിസൈൻ കൺസെപ്റ്റ് നോക്കി കാറ്റ്സ് ക്ലൗവിൽ ഇവിടെ നിന്ന് ഒരു മരത്തിൽ നിന്നാണ് ഇത്രയും വലിയ കാറ്റ്സ് ക്ലൗ പന്തലിച്ച് കിടക്കുന്ന ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടും. എന്നാലല്ല ഇത് എങ്ങനെ സംഭവം ചെയ്തിരിക്കുന്നത്? ഒരാളെ വിളിച്ച് ഞാനിത് സ്ട്രക്ചർ ഇതേപോലെ, എനിക്ക് ഇതാണ് എന്റെ കൺസെപ്റ്റ്, എന്റെ ഒരു ഐഡിയ. അതായത് നമ്മൾ ഈ കാട്ടിലൊക്കെ പോകുമ്പോൾ ആലുമരത്തിന്റെ ഈ വേരിന്റെ ഇടയിലൊക്കെ വെള്ളം കിട്ടുമല്ലോ, ആ ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു കൊടുത്തു. പുള്ളിക്കാരൻ ഞാൻ ഉദ്ദേശിച്ച പോലെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഗപ്പി പോണ്ടാണ്, മറ്റേ മോളീസ് ഒക്കെ ഉള്ള പോണ്ടാണ് ഈ കാണുന്നത്. ഇത് ഞാൻ ഇട്ടിരിക്കുന്നത് സോള പോലത്തെ ഒരു ഇതാ. അത് പായലിട്ടിരിക്കുന്ന വേറെ ഒന്നുമല്ല, ഈ കൊക്കിന്റെ ശല്യം കൊത്തിക്കൊണ്ട് പോകത്തില്ല. ഐഡിയ ഞാൻ പാടാ. ഈ പ്ലാന്റുകളുടെ ഒക്കെ പേരെന്താണ് ഈ കാണുന്നത്? ഇത് ഈ ഇൻഡോർ പ്ലാന്റിന്റെ ഒരു വെറൈറ്റി വരുന്നത്, വളരെ ചീപ്പ്. ഇത് നമ്മുടെ ഈ പറമ്പിലും കാണും, അല്ലാതെ
ഈ നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ എമൗണ്ട് വരത്തില്ല, 10, 20 രൂപ 50 ഇതിപ്പോ രൂപയ്ക്ക് തൈ കൊടുക്കാൻ പറ്റുമല്ലോ. ഇത് ഇതുപോലെ ചട്ടി നമുക്ക് മതിലിൽ സെറ്റ് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ എത്ര രൂപയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും? ഇത് ക്ലേ പോട്ടാണ്, പ്ലാസ്റ്റിക് അല്ല, ഇത് മണ്ണിന്റെ ചട്ടിയാണ്, ഇത് ഹാങ്ങിങ് പോട്ടാണ്. ഇതിപ്പോ ഒരു പോട്ടും പ്ലാന്റും ആയിട്ടാണെങ്കിൽ നമ്മൾ ഒരു റേറ്റ് ഇട്ടിട്ട് നമ്മൾ കൊടുക്കും. പക്ഷെ ഒരെണ്ണം ആയിരിക്കത്തില്ലല്ലോ, ഒരാള് വീട് വെക്കുമ്പോൾ ഒരു വാളില് അത് കറക്റ്റ് ചെയ്ത് വെച്ചാലേ ആ ഒരു ഭംഗി കിട്ടും. പോത്തോസിന്റെ പല വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട്. ഇത് എൻജോയ് പോത്തോസ്, ഇത് നിയോൺ പോത്തോസ്, ഇത് മഞ്ജുള പോത്തോസ്. വെരി ഗുഡ്. ഗോൾഡൻ പോത്തോസ് എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്നതിൽ ഇതാണ് ഗോൾഡൻ പോത്തോസ്. ഈ ഇരിക്കുന്നത് ഇത് ഈ അടുത്ത സമയത്ത് സെറ്റ് ചെയ്തത്. അടുത്ത സെറ്റപ്പ് ഫുള്ള് റിങ് പോലെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ്. അതെന്തായാലും കൊള്ളാം അല്ലേ? ആ ഒരു ഗോൾഡൻ പോത്തോസ് ഭയങ്കര രസം. പക്ഷെ അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി ഉണ്ടല്ലോ ഇവിടെ ഭയങ്കര ഡിസൈൻ ആയിട്ട്, ഇതും എല്ലാം കൂടെ ഭയങ്കര യൂണീക്ക് ഉണ്ട്. അതിന്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന വേറൊരു പ്ലാന്റ് ഉണ്ടല്ലോ, ഈ പ്ലാന്റ് കൂടെ എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര യൂണീക്ക് ആയിട്ട്, ഒരു യെല്ലോയും ഒരു ഗ്രീനും ആയിട്ട് മിക്സഡ് ആയിട്ട് വെറൈറ്റി പോലെ. അപ്പൊ ഇനി ചോദിക്കാനുള്ളത്, ഇപ്പം ജോണേട്ടന് എന്റെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇതുപോലെ വോളിലെല്ലാം അവർക്ക് ചെടി ചെയ്ത് കൊടുക്കണം. ഇതിന് പറയുന്നത് വെർട്ടിക്കൽ ഗാർഡൻ. വെർട്ടിക്കൽ ഗാർഡൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്. നമുക്ക് ഇരുമ്പ് മെഷിൽ പ്ലാസ്റ്റിക് പോട്ടില് സെറ്റ് ചെയ്യുന്ന വെർട്ടിക്കൽ, നോർമലി അതാണ് എല്ലായിടും കാണുന്നത്. ഇതെന്ന് പറയുന്നത് ഇതാണ് മറ്റേ ക്ലേ പോട്ടാണ്. നമ്മൾ നോർമലി സ്ക്രൂ ചെയ്തിട്ട് ഹാങ് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ആവശ്യം കഴിഞ്ഞ് എടുക്കാം. ഊരി എടുത്തതിന് ശേഷം തിരിച്ച് ഇതേപോലെ ഹാങ് ചെയ്ത് വളരെ ഈസിയാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് എത്ര ചെലവ് വരും? ഇത് ഒരു പോട്ടും ഇതെല്ലാം കൂടെ ഒരു 200 അത്രേ വരുള്ളൂ. അപ്പൊ ചെറിയ ചെലവിൽ നമുക്കൊരു ഗാർഡൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നോർമലി ജോണേട്ടനെ വിളിച്ച് എന്റെ വീട്ടിൽ ഇതുപോലെ ഒരു ഗാർഡൻ ചെയ്യിക്കണമെന്ന് വെക്കാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപ ബഡ്ജറ്റിലൊക്കെ നമുക്കിപ്പോ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ചോദിക്കുന്ന പ്ലാന്റ്, നിങ്ങൾ പറയുന്ന സ്റ്റൈല് അതനുസരിച്ചിരിക്കും ബഡ്ജറ്റ്. ഇപ്പം നോർമലി ചെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാല് എനിക്കൊരു ബഡ്ജറ്റ് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ പറയല്ലോ ചേട്ടാ എനിക്ക് ഇന്നതൊക്കെ ഇന്നടുത്ത് വേണം, ഇന്നതുപോലെ എനിക്ക് എല്ലാം ക്ലേ പോട്ടായിരിക്കണം, പ്ലാസ്റ്റിക് പാടില്ല. അപ്പം അതിനനുസരിച്ച് റേറ്റ് വരും. പ്ലാസ്റ്റിക് വരുമ്പോൾ റേറ്റ് കുറയും. പിന്നെ അത് കണക്കിന് സെറാമിക്കിന്റെ വരുമ്പോഴത്തേക്ക് അതിലും റേറ്റ് വരും. ഇപ്പം പോളികാർബണും മറ്റേ ഇതുണ്ടല്ലോ ഫൈബർ പോട്ടാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അത് ഭയങ്കര കോസ്റ്റ്ലിയാ. അതായത് ഇപ്പൊ ഞാൻ എന്നെ ജോണേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പാഷനായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഇത് ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ഒരിക്കലും പൈസ ആ ഒരു കൺസെപ്റ്റിലല്ല. നിങ്ങളുടെ പാഷൻ ഇതാണോ എങ്കിൽ ജോണേട്ടനെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞാൻ ഈ അടുത്ത സമയത്ത് പുല്ലിച്ചിറയിൽ ഒരു വർക്ക് ചെയ്തായിരുന്നു. നല്ലൊരു എമൗണ്ടിന്റെ വർക്ക്. 2200 സ്ക്വയർ ഫീറ്റിലെ ലാൻഡ്സ്കേപ്പിംഗ്, കലാത്തിയ പ്ലാന്റ്, ഏകദേശം ഒരു 10-35ഓളം മറ്റേ റെഡ് പാം എന്ന് പറഞ്ഞ പാം ട്രീ, എല്ലാം കൂടെ ഇത് കണക്ക് പോണ്ട് എല്ലാം ചെയ്തു കൊടുത്തായിരുന്നു. എൻട്രിയിൽ തന്നെ നിറച്ച് പോത്തൂസാണ്. പോത്തൂസിന്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട്, പല വെറൈറ്റീസ് പോത്തൂസ്. അതെല്ലാം ഇത് കണ്ടില്ലേ, ആ വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫീൽ അടിപൊളിയാണ്, നന്നായിട്ടുണ്ട്. അതുപോലെ എസ്പെഷ്യലി ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ വീട്ടിൽ ആഘോഷിക്കണം, അടിപൊളിയായിട്ടുണ്ട്. ഇതെല്ലാം ജോണേട്ടൻ ചെയ്തതാണ്, പുറത്തുനിന്നൊന്നും മേടിച്ചു. ഇത് മാത്രം സെറാമിക്കിന്റെ ഇത് മാത്രം നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു, ജോസ് ആർട്സ് മേടിച്ച. ബാക്കി എല്ലാം ഈ കാണുന്ന ഇദ്ദേഹത്തിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന തടിയുണ്ടോ, ഇതുവരെ പോയി പൈസ കൊടുത്ത് മേടിച്ചോണ്ട് വരും, പല കുറ്റിക്കാട്ടിനും മേടിച്ചോണ്ട് വരും. ഇതും ആ ജോണേട്ടൻ ചെയ്തതാണ് ഈ ക്രിസ്മസ് ട്രീ. അതെ, ഒരു 3 വർഷത്തെ കറക്റ്റ് 3-3.5 വർഷം. 3 വർഷം മുമ്പുള്ള ക്രിസ്മസിന് ട്രീ എടുക്കാൻ പോയപ്പോ എനിക്ക് ഒത്തു വന്നില്ല ആ ഒരു നമ്മുടെ ഒരു ഭംഗിക്ക്. അങ്ങനെ അന്ന് ഞാൻ നമ്മുടെ ഒരു സുഹൃത്തിനെ കൊണ്ട് ഐഡിയ കാണിച്ചു കൊടുത്ത് കമ്പിയില്ലേ, ആക്രിക്കടയിൽ നിന്ന് എടുത്തോണ്ട് കമ്പി വെച്ചിട്ട് ചെയ്തിട്ട് അത് ഏകദേശം 10-4000 രൂപ വേണം ഇത്രയും ഐറ്റം മേടിക്കണമെങ്കിൽ. റോഡുണ്ട്, ഇത് റോള് കണക്ക് ചുറ്റിട്ടെ എല്ലാ കൊല്ലം പരിപാടി കഴിയുമ്പോൾ തിരിച്ച് ചുറ്റി പാക്ക് ചെയ്ത് അങ്ങ് വെക്കും. ഇനി ഇവിടെ കുറെ അതിഥികളുണ്ട്, അതിഥികളെ ആദ്യം നമുക്ക് പരിചയപ്പെടാം. എല്ലാം ആഫ്രിക്കൻ ലവ് ബേർഡ് ആണ്. ആഫ്രിക്കൻ ലവ് ബേർഡിന്റെ ഈവനിങ് ടൈം എന്ന് പറഞ്ഞാൽ അവര് ഷെൽട്ടറിൽ കയറും, കണ്ടില്ലേ, എല്ലാം ഷെൽട്ടറിൽ കയറുന്ന ബ്രീഡായി കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ അത് നമ്മള് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇച്ചിരി മാർക്കറ്റൊക്കെ ഇതിനെല്ലാം വിലയൊക്കെ കുറഞ്ഞിരിക്കുക. അപ്പൊ ഇതിലൊരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പെന്ന് പറഞ്ഞാൽ ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങൾ തന്നെ നല്ല രീതിയിൽ സെയിലിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ ഇതില് ഇപ്പം ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങൾ ഈ പരുവാകുമ്പോഴാണ് നമ്മൾ കൊടുക്കുന്നത്. ഞാൻ എടുത്ത് കാണിച്ചു തരാം. അതിന്റെ കുഞ്ഞ് കാണാൻ നല്ല ക്യൂട്ടാണ് കാണാൻ. തുറന്നിട്ടാ പറന്നു പോകത്തില്ല. ഈ പരുവത്തിൽ നമ്മൾ എടുത്ത് കൊണ്ടുപോയി ഹാൻഡ് ഫീഡ് ചെയ്താൽ വളരെ ഭയങ്കര ഫ്രണ്ട്ലിയാ. ഏറ്റവും ഇണക്കമുള്ള ബേർഡാണ് ആഫ്രിക്കൻ ലവ് ബേർഡ്. ഭയങ്കര ക്യൂട്ടാ ഇതിനെ കാണാൻ. ഇതൊക്കെ എത്ര രൂപയ്ക്ക് കൊടുക്കും? ഇതിപ്പോ ഇപ്പോഴത്തെ റേറ്റ് ആണെങ്കിൽ ഒരു 1000 ആവത്തുള്ളൂ. മുമ്പായിരുന്നെങ്കിൽ ഒരു 2500 ഒക്കെ വരും. ആഫ്രിക്കൻ ലവ് ബേർഡ്. അയ്യോ, ആഫ്രിക്കൻ ലവ് ബേർഡ് കഷ്ടം.
ആ ക്യൂട്ട് ഇതാണ് പേരന്റ്. ആ പേരന്റ് അതിനകത്ത് ഇറങ്ങിപ്പോയില്ലേ. എന്നിട്ടും ജോണേട്ടൻ ഇത്രയും തുറന്നിട്ടിട്ട് പോലും ഒരെണ്ണം പോലും വരുന്നില്ലെന്നുള്ള കേട്ടോ. അത്രയ്ക്ക് കെയർ ചെയ്യുന്നുണ്ടെന്നത് അത് അദ്ദേഹം. അടിപൊളി അടിപൊളി കോക്ടെയിലുകൾ. ഇനി അടുത്ത നമുക്ക് കാണേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം ബ്രീഡിങ് കഴിഞ്ഞ് അവരെ ബോക്സ് എല്ലാം മാറ്റി വെച്ചിരിക്കുക. ഇത് റെഡ് ഡോമിനന്റ് എന്ന് പറഞ്ഞാൽ സൺകുനൂറ. ഈ ഇപ്പൊ മാർക്കറ്റിൽ ഇച്ചിരി എല്ലാം വിലയെല്ലാം വളരെ ഡിമായി നിൽക്കുന്നുണ്ട്. നമ്മൾ ബ്രീഡിംഗ് ഒന്നും ചെയ്യുന്നില്ല, എല്ലാത്തിനും ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുക. അപ്പൊ നമുക്ക് ബ്രീഡിംഗ് ടൈം വരുമ്പോഴത്തേക്ക് ബ്രീഡ് ചെയ്യിക്കാം, നമുക്ക് ബോക്സ് വെച്ച് കൊടുത്താൽ മതി. അപ്പൊ ഇതിപ്പം എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ സെയിലും ചെയ്യും. സെയിലും ചെയ്യും. നമുക്ക് മെയിൻ എന്ന് പറഞ്ഞാൽ ഈ കേജുകൾ ഉണ്ടല്ലോ, ഈ ടൈപ്പ് ഇതേ സെയിം കേജുകൾ നമ്മൾ ഇതേപോലെ പണിഞ്ഞ് നമ്മള് സൈറ്റിൽ എത്തിച്ചു കൊടുക്കും. ഇതിൽ കിടക്കുന്ന മീനുകൾ ഏതൊക്കെയാണ്? ഇതില് ഓസ്കർ, ടൈഗർ ഓസ്കർ കിടപ്പുണ്ട്, ആൽബിനോ റെഡ് കിടപ്പുണ്ട്, അതായത് ഫയർ റെഡ് എന്ന് പറയും. ഫയർ റെഡ് ഓസ്കർ ഉണ്ട്. ടൈഗർ ഷാർക്കില് ആൽബിനോയും ഉണ്ട്, നോർമൽ ബ്ലാക്കും ഉണ്ട്. വാട്ടർ ഫൗണ്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ വീതി കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇത് കണ്ടോ, ഇത് ടൈറ്റ് ചെയ്യുന്നതനുസരിച്ച് കുട ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. ചെറുതാക്കണമെങ്കിൽ ഇതിങ്ങനെ കറക്കി 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 ചെറുതായി വലുതാക്കണമെങ്കിൽ നമുക്ക് കറക്കി വിട്ടാം. അങ്ങനെ ചെയ്യാൻ പറ്റും. ഈ ഐറ്റം കണ്ടോ, മേരി ക്രിസ്മസ്. ഇത് ജോണേട്ടൻ ചെയ്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക. ഹാൻഡ് മെയ്ഡ് ആണ് പുള്ളിക്കാരൻ്റെ. ജോണേട്ടൻ അടിപൊളി, വേറെ ലെവൽ, സൂപ്പർ. ഒരു യൂണിക് ആയിരിക്കണം, പ്രീമിയം ആയിരിക്കണം. സംഭവം യൂണീക്ക് ആയിട്ടുണ്ട്. ചെലവ് കുറഞ്ഞ് ചെയ്യാം, നമുക്ക് 1000 above വരും. ജോണേട്ടന്റെ വീട്ടിനകത്തേക്ക് വന്നാൽ സിറ്റ് ഔട്ട് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ദൈവഭക്തനാണ് അദ്ദേഹം കേട്ടോ. ഇവിടെ ആ ഒരു ഞാൻ വിചാരിച്ചു ഒറിജിനൽ പട്ടി. ഇവിടെ ഒരുപാട് കിങ്കരന്മാരുള്ളതുകൊണ്ട് ഞാൻ പേടിച്ചു പോയി. അടിപൊളിയാണ്. ഇനി അക്വേറിയം, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഇഷ്ടാനുസരണം കസ്റ്റം അക്വേറിയം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര രൂപ മുതൽ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റും? 1500 മുതൽ നമുക്ക് ചീപ്പ്. ഈ ഒരു കൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത് നമ്മൾ നോർമൽ ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ ചെയ്യാൻ ഒരു 20-25,000 വരും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം വുഡാണ്. ഇത് വുഡ്, മഹാഗണി വുഡാണ്. സ്ട്രക്ചർ ആണ് ഇത്. അത് ബോട്ടം ചെയ്തിരിക്കും. അതായത് നമ്മൾ ഈ ഗമ്മ് കാണാതിരിക്കാൻ, നമ്മൾ ഈ ഗ്ലാസ് തമ്മിൽ ജോയിന്റ് വരുമ്പോ ഗമ്മ് കാണരുത് കോർണർ. അപ്പൊ ആ ഒരു പ്രീമിയം ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഫുള്ള് ചെയ്തിരിക്കുക മൊത്തത്തില്. ഇത് നമുക്ക് പൊക്കിയെടുക്കാം, ഈ ബോട്ടം മാത്രം പൊക്കിയെടുക്കാം. അത് കഴിഞ്ഞ് ഗ്ലാസ് ടാങ്ക് മാറ്റാം. പിന്നെ ഇതിലെന്ന് പറഞ്ഞാല് വുഡുകളും പിന്നെ ലാവാ റോക്ക്. ലാവാ റോക്ക് ആണ്, അത് വെയിറ്റ്ലെസ് ആണ്. ഇത് ഒറിജിനൽ ലാവാ റോക്ക് ആണ്. കോസ്റ്റ് വരും. ഒരു കിലോയ്ക്ക് 800 രൂപ 900 രൂപ. വുഡിന് കോസ്റ്റ് നല്ല കോസ്റ്റ് വരും. വുഡിനാണ് ഏറ്റവും കൂടുതൽ കോസ്റ്റ് ആവുന്നത്. പിന്നെ ഇതിലൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഫിഷ് ഇപ്പം നമ്മുടെ കുറെ നാൾ കൊണ്ട് നമ്മൾ വളർത്തുവാണെങ്കിൽ നമുക്ക് നല്ല ഇണക്കം വരും. കാര്യം എന്താ, നമ്മൾ ആ ഫുഡ് ഫീഡ് ചെയ്യുന്ന സമയം തന്നെ അവര് വന്ന് ആ ഒരു ഇത് കണ്ടോ നിങ്ങള്, ആ ഫുഡ് ഫീഡ് ചെയ്യുന്ന സമയം എല്ലാരും കൂടെ വന്ന് ആ ഫുഡ് വന്ന് കഴിക്കുന്ന നോക്കിയോ. അടിപൊളിയായിരിക്കും. കണ്ടാ അവരെല്ലാം കൂടെ വന്ന് ആ ഫുഡ് കറക്റ്റ് അവർക്ക് അറിയാം, ആ കൊടുക്കുന്ന ടൈം, ആ ടൈം നോക്കി എല്ലാരും വന്ന് കഴിക്കും. അടിപൊളി അടിപൊളി. എല്ലാരും ഒരു ഒത്തൊരുമ. ഇത് വേറൊന്നുമല്ല, ഇതൊക്കെ നമുക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ്. അടിപൊളി അടിപൊളി. ആഹാ, ഇത് കണ്ടോണ്ടിരുന്നാൽ തന്നെ നമ്മുടെ പകുതി വിഷമം. നമ്മളൊരു വലിയൊരു IT കമ്പനി ജോലി ചെയ്യും, നമ്മൾ ഒരു ടെൻഷനൊക്കെ ഫ്രീ ആവണം, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വളർത്തണം. പിന്നെ ആർക്കും ചില ആളുകൾക്ക് ഇതിനോടൊന്നും താല്പര്യം. ആക്ച്വലി ഇപ്പൊ ജോണേട്ടന്റെ വർക്ക് എന്താണ്? എന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. പ്രൊഫഷണൽ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ തന്നെയാണ് മെയിൻ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പെയിന്റിംഗ് വർക്കില്ലേ, പെയിന്റിംഗ് വർക്ക് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതെന്തായാലും അടിപൊളിയാട്ടോ. ജോണേട്ടന് ഭയങ്കര ഐഡിയ ഉള്ള മനുഷ്യനാണ്. നിങ്ങൾക്ക് ഇന്റീരിയർ, ഈവൻ ഇന്റീരിയർ ഡിസൈൻ ആയാലും ഇൻഡോർ ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിനെ വിളിക്കാം. ഒരു കിങ്കരനെ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടാം. അവൻ വന്നാൽ മിക്കവാറും ഞാൻ ഓടും. പേടിക്കണ്ട, ക്യാമറ. പേരൊന്നും ഇട്ടിരിക്കുന്ന രാത്രി കലിപ്പാണ്. ആ ഒരു ചെറിയ ഇതുണ്ടെങ്കിൽ ഭയങ്കര സൗണ്ട് കലിപ്പാണ്. ഒന്ന് എടുത്ത് പൊക്കി എടുത്ത് ചോദിട്ടാ. ഓ, എത്ര സൈസ് ഉണ്ടെന്ന് നോക്കിയാ. എത്രയുണ്ടല്ലേ? എനിക്ക് 6.2 ഉണ്ട്. എന്റെ മോനെ, ഹെവി ഹെവി. ഇവള് സൂപ്പർ ആണല്ലേ. ഇവള് മദറായിട്ടുണ്ടോ ഇപ്പൊ? ഇല്ലല്ലോ, എത്ര വയസ്സായി ഇവക്ക്? 1 വയസ്സും 2 മാസവും. 1 വയസ്സും 2 മാസവും. ഓക്കെ തിരിച്ചു. അടുത്ത ഗസ്റ്റ്. നെക്സ്റ്റ്. പെണ്ണ. ഇതാണ് ഡോഗുകളുടെ രാജാവ്. ഡോഗുകളുടെ റോഡ് വില്ലർ. എന്റെ മോനെ, ഡേഞ്ചറാണ്. ഇവരെങ്ങനെയാന്ന് പറഞ്ഞാൽ അധികം കൊരയൊന്നുമില്ല, പിടിച്ചാ വിടത്തില്ല. ഇവന്റെ പേരെന്തുവാ? ഇവന്റെ പേരാ റോക്സി. പറഞ്ഞ അനുസരിക്കില്ലേ? റോക്സി കേട്ടോ നമ്മള് കാണുന്നത്. പക്ഷെ പുറത്തുനിന്ന് ആരെങ്കിലും വന്നാ
അറ്റാക്ക് ചെയ്തോളെ. ഇപ്പൊ ഞാൻ അങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്യുന്ന നമ്മുടെ ടെറിട്ടറിയിൽ നൈറ്റ് ആ ഒരു മനുഷ്യന് കയറാൻ പറ്റത്തില്ല. കയറാൻ പറ്റത്തില്ല. സൗണ്ട് കിട്ടിയാൽ തന്നെ ഭയങ്കര അലാട്ടാ. ആണില്ലേ? ഓ ഹെവി ഐറ്റോ. അപ്പൊ കേട്ടിക്കോ. നെക്സ്റ്റ് അടുത്ത തീർന്നിട്ടില്ല ഗൈസ്, അടുത്ത ആള് വരുന്നുണ്ട്. ചെടി സ്നേഹിയാണ്, മൃഗസ്നേഹിയാണ്, അതുപോലെ ബേർഡ്സ് ലവർ ആണ്, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. ഇനി അടുത്തൊരാളൂടെ വരുന്നുണ്ടേ. അയാൾ കുറച്ച് കാമാന്ന് തോന്നുന്നു, ഫ്രണ്ട്ലി ആണ്, ലവ്ലി ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാൾ വരുന്നുണ്ട്. എന്താ ഇവന്റെ പേരെന്താ? ടൈഗർ. ടൈഗർ ടൈഗർ മെയിലാണ്. ടൈഗർ ഷേക്കൻ്റെ കറക്റ്റിന് തരും. ആ ഷേക്കാനൊക്കെ തരും. വെരി ഗുഡ് വെരി ഗുഡ്. സിറ്റ്. അയ്യോ വിട്ട് കളയല്ലേ ജോണേട്ടാ. അവന് വേറെ ഞങ്ങളോ വല്ലതും ചെയ്യോ? ഇത് വല്ലതും ചെയ്യോ? അല്ല, അവനെ ആ ഈ മെയിൽ, ഇത് മെയിലല്ലേ, ആ ഫീമെയിലിന്റെ അടുത്തോട്ട് ഓടാൻ ജനിക്കുക. ഓ അതാണല്ലേ. അതുപോലെ അവന് കളിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. ആണല്ലേ? പക്ക ഫ്രണ്ട്ലിയാ, പക്ക ഫ്രണ്ട്ലി ആണ് ആള്. പിള്ളേരുടെ ഏറ്റവും കൂടുതൽ മിങ്കിൾ ചെയ്തിരിക്കും. എന്തായാലും നിങ്ങളുടെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ എങ്ങനെയൊക്കെയാണ്, ഇതുപോലെ നിങ്ങളും ഒക്കെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ഇടുക. എന്താണ് നിങ്ങളെ ക്രിസ്മസ് അനുഭവങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക അല്ലേ, നിങ്ങളുടെ അനുഭവങ്ങൾ. എന്തായാലും ജോണേട്ടന്റെ ഈ ഒരു വീട്ടിലേക്ക് വന്നപ്പോൾ ഭയങ്കര രസമുണ്ട്. ലൈറ്റിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ട്. ഓവറോൾ അടിപൊളി ഒരു വൈബ്. ഞാനിപ്പം വന്ന് നിൽക്കുന്ന വേറെ ഏതോ, ഇത് പച്ചപ്പിന്റെ പർദീസ എന്ന് പറയാൻ പറ്റുമോ, ഹെവൻ എന്ന് പറയാൻ പറ്റുമോ, ഇല്ലേ ഇല്ലേ? അടിപൊളി ആയിട്ടുണ്ട്. ഭയങ്കര എന്ന് പറഞ്ഞാൽ ആ നൈറ്റ് ആയപ്പോൾ തന്നെ എന്നാ വൈബാണ്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, സൂപ്പർ. അപ്പം ഇനി ഞാനൊരു കാര്യം ചെയ്യണം, ഈ ചെടികളൊക്കെ ആളുകൾ വന്നു കഴിഞ്ഞാൽ കൊടുക്കുമോ ജോണേട്ടെ? എന്റെ വ്യൂവേഴ്സ് ഒക്കെ വന്ന കട്ടിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പൈസ ഒന്നും വേണ്ട, നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും. ഫ്രീ ആയിട്ട് വളർത്താൻ താല്പര്യമുള്ളവർക്ക് നമ്മളത് തീർച്ചയായിട്ടും കൊടുത്തിരിക്കും, ഫ്രീ ആയിട്ട് കൊടുക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ സെറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട് സൈഡിൽ നിന്ന് പ്ലാന്റ് കളക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കും, ഈ ഒരു രീതിയിൽ തന്നെ. പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ പ്ലാന്റ് ആയിട്ട് മതിയെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യും, പക്ഷെ ഭംഗി കാണത്തില്ല. ഇത്രയും ബുഷായിട്ടൊക്കെ വേണമെങ്കിൽ ഇച്ചിരി കോസ്റ്റ്ലി ആയിരിക്കും. പ്ലാന്റിന് കാര്യം അത്രയും ഗ്രോത്തിങ് ആവുന്നതിന് 1 വർഷം 2 വർഷം എടുക്കും. ആണല്ലേ? ഓക്കെ. അപ്പൊ കാറ്റ്സ്ക്ലോയുടെ തൈയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ ഇൻഡോർ പ്ലാന്റിന്റെ തൈകൾ മെയിൻ ആയിട്ട് നിങ്ങൾ അക്വേറിയം ചെയ്യുന്നുണ്ടെങ്കിലും അതുപോലെ ബേർഡ്സിനെ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ബേർഡ്സിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല ബ്രീഡും നമ്മുടെ ജോണേട്ടൻ്റെ അവൈലബിൾ ആണ്. ഡോഗിന് വേണമെങ്കിലും എടുത്തു കൊടുക്കും. ജോണേട്ടൻ ഗാർഡൻ, ഇൻഡോർ ഗാർഡൻ, ഔട്ട്ഡോർ ഗാർഡൻ, അക്വേറിയം ഇതൊക്കെ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ജോണേട്ടനെ വിളിക്കാം. ജോണേട്ടൻ നിങ്ങളെ പറയുന്ന ഐഡിയയിൽ ജോണേട്ടനൊരു ഐഡിയ ഉണ്ടാവും ഇങ്ങനെ വീട് അടിപൊളിയാക്കാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം എന്തോ അടിപൊളിയാണ് ഇവിടെ. ഫുൾ സെറ്റപ്പാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് പോകാൻ തോന്നില്ല. ഈ ക്രിസ്മസ് ഞാൻ ജോണേട്ടനൊപ്പമാണ്. അപ്പം നമ്മുടെ വ്യൂവേഴ്സിന് വേണമെങ്കിൽ ഇത് സ്ഥലം എവിടെയാണെന്നൊന്ന് പറഞ്ഞു കൊടുത്തേ ജോണേട്ട കറക്റ്റ് ആയിട്ട്. കൊല്ലം മുണ്ടക്കൽ തില്ലേരി. കൊല്ലം മുണ്ടക്കൽ തില്ലേരിയാണ്. തില്ലേരി ഇവിടെ ഒരു കുരിശടി ഉണ്ട്, കുരിശടിയുടെ തൊട്ടടുത്തായിട്ട്. ജോണേട്ടൻ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കമ്മീഷൻ ഓഫീസിന്റെ പ്രകോശം ജോണേട്ടനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാം. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തൈയൊക്കെ ചെറിയ തൈയൊക്കെ ആണെങ്കിൽ ഫ്രീ ആയിട്ട് അദ്ദേഹം തരും. എന്ന് പറഞ്ഞാൽ ചെടിയെ സ്നേഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫ്രീ ആയിട്ട് തരും. എനിക്ക് ഏറ്റവും കൂടുതൽ മണി പ്ലാന്റ് ആണ്, മണി പ്ലാന്റ് ആണ് കളക്ഷൻ ആണ് താല്പര്യം. എനിക്ക് വേണമെങ്കിൽ ഒരുപാട് ടൈപ്പ് ചെടികൾ കൊണ്ടുവന്ന് കുത്തി നിറച്ച് വെക്കാം. എനിക്ക് അതിനോട് താല്പര്യമില്ല. ഉള്ളത് അറേഞ്ച് ചെയ്ത് പക്കയായിട്ട് വെക്കാന്നുള്ള, ആവശ്യമില്ലാത്തത് വെട്ടിക്കളയുക. ആക്ച്വലി ഒരു ഐ തിങ്ക് ഒരു 2 വീക്സ് മുമ്പ് നമ്മൾ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ പലർക്കും ഇങ്ങനെ ക്രിസ്മസ് ട്രീയും ഇങ്ങനെ ക്രിസ്മസ് കൂടാരൊക്കെ മേക്ക് ചെയ്യുന്നത് ജോണേട്ടനെ കൊണ്ട് ഈസിയാ, വലിയ പാടുള്ള കാര്യമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ചില ആളുകൾക്ക് അതിന്റെ അളവും കാര്യങ്ങളും ബുദ്ധിമുട്ടുണ്ടെന്ന് തന്നെ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ നോർമൽ പട്ടിയിൽ നമ്മൾ സാമല്യന്ന് എടുക്കുന്നു, കട്ട് ചെയ്യുന്നു, ആണി അടിക്കുന്നു. ഭയങ്കര യൂണിക്നെസ്, ഭയങ്കര റിയാലിറ്റി, അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഓരോ പ്ലാന്റ് ഗ്രാസ് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകത ഉണ്ട്. ഈ ക്രിസ്മസിന് ഞാൻ ഈ വീട്ടിൽ താമസം തുടങ്ങി ഇപ്പൊ 6 വർഷം കഴിഞ്ഞു. 6 വർഷം ഫസ്റ്റ് ആണ് ഞാൻ ഇവിടെ ക്രിബ് വെക്കുന്നത്. ഇത്രയും വർഷം എനിക്ക് അതൊരു മുടക്കമായിരുന്നു. പക്ഷെ ഈ വർഷം ഞാൻ അത് സാധിച്ചു. ക്രിസ്മസ് ട്രീ ഏകദേശം 3.5-4 കൊല്ലമായിട്ടുണ്ട്. ജോണേട്ടന്റെ വീട്ടിൽ ഓരോ സമയത്ത് വരുമ്പോൾ നിങ്ങൾ ഓരോ അപ്ഡേറ്റുകൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ വട്ടം വന്നപ്പം അല്ല, ഇപ്പം വേറൊരു ലുക്കിലേക്ക് മാറി. ഒരു ക്രിസ്മസ് ആംബിയൻസ് വന്നപ്പോൾ ക്രിസ്മസ് ആംബിയൻസിലേക്ക് വന്നു. ഓണം ആംബിയൻസ് ആണെന്നുണ്ടെങ്കിൽ ആ ആംബിയൻസ് വരും. ഇപ്പം രാത്രി വരുംതോറും ആ ഒരു വ്യൂവിന്റെ ലുക്ക്, രീതികൾ, ലൈറ്റിന്റെ രീതി അടിപൊളിയായിട്ട് മാറുന്നു കേട്ടോ. ഭയങ്കര രസമുണ്ട്. നോക്കിയാൽ നിങ്ങൾ തന്നെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടേ, എല്ലാം ഒന്ന് റൗണ്ട് ചെയ്ത് എടുത്താൽ മീറെ. ഭയങ്കര വൈബ് വ്യൂ ആണ്. അപ്പൊ ക്രിസ്മസ് എന്താ പരിപാടി? ഫുള്ള് പരിപാടിയാണ്. അപ്പൊ പരിപാടി ഇന്നോട്ട് ഓണായി. ക്രിസ്മസ് അതായത് 25-ന് ക്ഷണിക്കാൻ വരാൻ പറ്റുമെങ്കിൽ വരുക. കാരണം എന്താന്ന് പറയട്ടെ, നമ്മള് ക്രിസ്മസ് അല്ലേ, നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. തിരക്കാണ് മെയിൻ പ്രശ്നം. ഓക്കെ. അപ്പം എവിടെ ആര് വിളിച്ചാലും പെയിന്റിംഗ് വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ അത് എന്റെ ഒരു സൈഡ് പരിപാടിയാണ്. എന്റെ മെയിൻ പരിപാടി ഇതാണ് ഗാർഡനിങ്. അപ്പം ഗാർഡനിങ്, ഇൻഡോർ ഗാർഡൻ. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ റെസ്റ്റോറന്റിലൊക്കെ പലരും ഇങ്ങനെ ഗാർഡൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ജോണേട്ടനെ വിളിക്കാം. അതുപോലെ നിങ്ങൾക്ക് വീട്ടില് പുതുതായിട്ട് വീട് പണിയുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ഐഡിയ വേണമെന്നുണ്ടെങ്കിൽ ജോണേട്ടനെ വിളിക്കാം. ചെയ്യുന്ന ആൾക്കും കൂടെ ഒരു ഐഡിയ ഉണ്ടെങ്കിലുണ്ടല്ലോ,
നമുക്ക് ആ ചെയ്യുന്ന വർക്കിന് ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരാളെ വെച്ച് ചെയ്യിച്ച് നമ്മൾ ഒരു ഐഡിയ ഇല്ലാതെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭംഗി കിട്ടത്തില്ല. ഇതിൽ കുറെ ക്രിയേറ്റീവ് വർക്കുകളുണ്ട്. അത് ചെലവ് ചുരുക്കിയും ചെയ്യാൻ പറ്റും, കോസ്റ്റ്ലി ആയിട്ടും ചെയ്യാൻ പറ്റും. ക്രിസ്മസിന് വേണ്ടി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ആ എൻട്രി ലെവൽ നോക്കുകയാണെങ്കിൽ വാ അടിപൊളിയാണ്. ഭയങ്കര രസമുണ്ട് കേട്ടോ. ഭയങ്കര രസമുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം ആ സ്റ്റാറുകളാണെന്നുണ്ടെങ്കിലും ഓരോന്നും യുണീക്കായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ വീടും ഇതുപോലെ പൂങ്കാവനമാക്കണം, പച്ചപ്പിൻ്റെ പറുദീസയായിട്ട് മാറ്റണം, ഭയങ്കര പീസ്ഫുള്ളായിട്ട്. ഏറ്റവും വലിയ എനർജറ്റിക് എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവ് വൈബ് കിട്ടുന്ന നല്ല ഓക്സിജൻ ശ്വസിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇവിടുത്തെ ഓക്സിജൻ വൈബ് കൂടുതലാണ്, എനർജി കൂടും, ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാവില്ല. പിന്നെ നമുക്ക് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്രഷ് ആയിരിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ മെയിൻ്റെനൻസ് മസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ഇത് കാത്തു സൂക്ഷിക്കാൻ അറിയാവുന്നവരാണ്, വീട്ടിൽ വൈഫിനൊക്കെ ചെടിയൊക്കെ വളർത്താനായിട്ട് ക്രേസ് ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ വീഡിയോ ചെടി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഡോർ ഗാർഡൻ, ഔട്ട്ഡോർ ഗാർഡൻ, അതുപോലെ അക്വേറിയൊക്കെ ചെറിയ ചിലവിൽ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോണേട്ടനെ വിളിക്കാൻ ഐഡിയാസ് ഒരുപാട് ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് എല്ലാവർക്കും ജോണേട്ടാ ഒരു അടിപൊളി ക്രിസ്മസ് ആശംസയൊക്കെ പറയാം. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു. പുതിയ വിശേഷങ്ങൾ വീഡിയോ കാണുന്നവർ ക്യാമറമാൻ മീനോടൊപ്പം ജോണേട്ടൻ സൈനിങ് ഓഫ്. ബൈ.